ഇച്ചായന്റെ കൈവിരലിലെ നഖം നീണ്ടപ്പോ നെയിൽ കട്ടർ എടുത്ത് നഖം മുറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വിരലിന്റെ തുമ്പ് മുറിഞ്ഞ് ചോര പൊടിയാൻ തുടങ്ങി. ചോര കണ്ടതും നെയിൽ കട്ടർ പരിഭ്രമിച്ച് കരയാൻ തുടങ്ങി. അയ്യോ ചോര പുറക്കണേ പൊന്നിച്ചായ. അവന്റെ കരച്ചിൽ കേട്ട് സിറിഞ്ച് ഓടി വന്നു. കാര്യം അറിഞ്ഞപ്പോ സിറിഞ്ച് പൊട്ടിച്ചിരിച്ചു. ഇച്ചിരി ചോര വന്നതിനാണോ നീ നിലവിളിക്കുന്നേ? ഈ ഞാൻ ഒരു ദയയില്ലാതെ അല്ലേ കുത്തിവെക്കുന്നതും ചോര ഊറ്റിയെടുക്കുന്നതും ഒക്കെ? നെയിൽ കട്ടർ കണ്ണു പിടിച്ചു. കുത്തിവെക്കാൻ നിനക്ക് ഒരു വിഷമവും ഇല്ലേ? സിറിഞ്ചിന്റെ സുഹൃത്തായ റേസർ ബ്ലേഡ് കൂടി ഷേവ് ചെയ്യുമ്പോ ഞാനും കുറച്ച് മുറിക്കാറുണ്ട്. അതൊക്കെ പ്രൊഫഷണലായിട്ട് എടുക്കണം ബ്രോ. നെയിൽ കട്ടർ സംശയത്തോടെ ചോദിച്ചു. കേരളത്തിലെ ചില പിള്ളേരെ പോലെ വെട്ടും കുത്തുമായി നടക്കുന്നവരാണ് നമ്മളെന്ന് നാട്ടുകാർ പറയില്ലേ? സിറിഞ്ച് ന്യായീകരിച്ചു. ഈ മനുഷ്യന്മാർക്ക് ഒരു അഹങ്കാരമുണ്ട്. കുത്താനും വെട്ടാനും അവന്മാർക്ക് മാത്രമേ അറിയൂന്ന്. എന്തേലും അസുഖം വന്ന് ഇവന്മാർ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചന്തിക്ക് നോക്കി നല്ല കുത്തു കൊടുക്കും. കത്രിക അത് ഏറ്റുപിടിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിലെങ്ങാനും എൻ്റെ കൈ കിട്ടിയാൽ കീറിപ്പൊളിക്കും ഞാൻ. നെയിൽ കട്ടറിന് കുറച്ച് ആശ്വാസമായി. അപ്പോ ഇടയ്ക്കൊക്കെ കുറച്ച് മുറിക്കുന്നതിൽ തെറ്റില്ല അല്ലേ? എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആളും തരവും നോക്കി ഇടയ്ക്കൊക്കെ കുറച്ച് മുറിച്ചോന്നേ. കേട്ടല്ലോ, ഇനി നഖം മുറിക്കുമ്പോഴും ഇഞ്ചക്ഷൻ കിട്ടുമ്പോഴും ഷേവ് ചെയ്യുമ്പോഴും ഒക്കെ വേദനിച്ചാൽ കയ്യിലിരിപ്പിൻ്റെതാണെന്ന് വിചാരിച്ചോണം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.